ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ മച്ചന്മാരെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ISLനെ കുറിച്ചുള്ള വമ്പൻ നീക്കങ്ങളെ പറ്റിയും അതുപോലെ കൂടുതൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ മച്ചന്മാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റും രേഖപ്പെടുത്തുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗോകുലം കേരള FC ഫൈനലിൽ വീണ്ടും വന്നിരിക്കുന്നു. കേരള യുണൈറ്റഡ് FCയെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തി ഗോകുലം കേരള FC ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇനി ഗോകുലം കേരള FC ആരുമായിട്ടാണ് ഫൈനലിൽ കളിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ KSB ആയിട്ടാണ് ഗോകുലം കേരള ഫൈനലിൽ കളിക്കാൻ പോകുന്നത്. ഈ കളിയിൽ ഏത് ടീം ജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി FCയുടെ ബിബിൻ സിംഗ് എന്ന താരത്തിനെ മുംബൈ സിറ്റി FC നിലനിർത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എക്സ്റ്റൻഷൻ ചെയ്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ബിബിൻ സിംഗിനെ പോലുള്ള യുവതാരത്തിനെയാണ് മുംബൈ സിറ്റി നോട്ടമിടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് യൂറോപ്യൻ സൂപ്പർ ലീഗിനെ പറ്റി നമ്മൾ 2 ദിവസമായി ഇപ്പോൾ കേട്ടുവരുന്നൊരു ന്യൂസാണ് യൂറോപ്യൻ സൂപ്പർ ലീഗിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങൾ യൂറോപ്യൻ സൂപ്പർ ലീഗിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ ഇല്ല എന്നുള്ളൊരു പ്രസ്താവന നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അവതരിപ്പിക്കുക. അതുപോലെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഏഷ്യൻ സൂപ്പർ കപ്പിൻ്റെ 3ാമത്തെ മത്സരമാണ് ഇന്ന് FC ഗോവ ഇറങ്ങുന്നത്. അതും ഇറാനിയൻ ക്ലബ്ബായ പെർസപോളിസിനെതിരെയാണ് FC ഗോവ ഇറങ്ങുന്നത്. കഴിഞ്ഞ 2 മത്സരത്തിൽ FC ഗോവ സമനില പിടിച്ചാണ് എന്നൊരു അഭിമാന നേട്ടത്തോടെയാണ് FC ഗോവ ഇന്ന് കളിക്കിറങ്ങാൻ പോകുന്നത്. ഈ കളിയിൽ അവരുടെ ഗോളൊന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയുക. അതുപോലെ തന്നെ മറ്റൊരു വാക്കെന്ന് പറയുന്നത് ധീരജ് സിംഗിൻ്റെ തകർപ്പൻ സേവുകൾ ഇന്നത്തെ മത്സരത്തിലും കാണാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 2 മത്സരത്തിലും ധീരജ് സിംഗിൻ്റെ സൂപ്പർ സേവുകളാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. ധീരജ് സിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കണം FC ഗോവ സമനിലയിലെങ്കിലും എത്തിയത്. അതൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമാണ് വമ്പൻ ക്ലബ്ബുകളേക്ക് സമനിലയിൽ പിടിച്ചു നിർത്തുന്നത്. എന്തായാലും ധീരജ് സിംഗിൻ്റെ തകർപ്പൻ സേവുകളും തകർപ്പൻ ഷോട്ടുകളെല്ലാം ഇന്ന് നമുക്ക് കാണാമെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്ന താരമായിരുന്നു വിദ്യാസാഗർ സിംഗ് എന്ന് പറയുന്ന താരത്തിനെ. പക്ഷേ ഇപ്പോൾ ഈ താരം ഒഡീഷ FCയിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ 100% കൺഫേം ആക്കിയേക്കുന്നത്. കാരണം ഈ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ 100% പ്രോബബിലിറ്റി കണക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ 100% ഉറപ്പിക്കാം ഈ താരം ഒഡീഷ FCയിലേക്ക് തന്നെ പോകുമെന്ന്. വിദ്യാസാഗർ സിംഗ് എന്ന പോലെ യുവതാരത്തിനെയാണ് ഇപ്പോൾ ഒഡീഷ FC നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.